നമസ്കാരം. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് മാലിദ്വീപിന്റെ പ്രസിഡന്റായ മുഹമ്മദ് മുയ്സുവിനെ ഇന്ത്യ ക്ഷണിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇപ്പോഴിതാ ആ ക്ഷണം മുഹമ്മദ് മുയ്സു സ്വീകരിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആശംസാ സന്ദേശം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മുഹമ്മദ് മുയ്സു അറിയിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു സന്ദേശം കൂടി അതിലുണ്ടായിരുന്നു. ഒരുമിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്ന മേഖലകളിൽ അതിനായി പ്രവർത്തിക്കും എന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. അടുത്ത കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത്തരത്തിലുള്ള വിള്ളലുകളെയൊക്കെ ശരിപ്പെടുത്താൻ സാധിക്കും എന്നുള്ള അനുകൂല സൂചനയായി കൂടി ഈ മുയ്സുവിന്റെ എക്സ് പോസ്റ്റിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് മോദി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മുയ്സുവിനെ ക്ഷണിച്ചത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുമായി മികച്ച നയതന്ത്ര ബന്ധം പുലർത്തി വന്ന രാജ്യമാണ് മാലിദ്വീപ് എന്ന് നമുക്കറിയാം. പക്ഷേ മുഹമ്മദ് മുയ്സുവിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം ഇത് വഷളാവുകയായിരുന്നു. പിന്നീട് മാലിദ്വീപിന്റെ മന്ത്രിമാർ പരസ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം പോസ്റ്റുകൾ, അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. എന്നാൽ മുയ്സു ആകട്ടെ ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നിൽക്കാതെ ചൈനയുമായുള്ള ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത്. ഇതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുയ്സു വീണ്ടും അധികാരത്തിൽ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മഞ്ഞുരുക്കമായി തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും ഈ പുതിയ നീക്കത്തെ നയതന്ത്ര വിദഗ്ധരും നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.